ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. നമുക്ക് ഓരോന്നായി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്യൂ. കാണുന്നുണ്ടല്ലോ അല്ലെ? ഇൻ ഹൗ മെനി വേസ് ക്യാൻ 6 men and 5 women be seated at a round table if each woman is to be between 2 men? സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിക്കാം. എങ്ങനെയാ? ഇഫ് നോ വുമൺ ഈസ് ടു ബി ബിറ്റ്വീൻ, അല്ലെങ്കിൽ എന്താണ്, നോ വുമൺ കം ടുഗദർ എന്ന രീതിയിലും ചോദിക്കാം കേട്ടോ. അങ്ങനെ ചോദിച്ചാലും ഒരേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണെങ്കിലും സെയിം മെത്തേഡ്. ഇങ്ങനെ ശ്രുതി ഇത്ര പെട്ടെന്ന് ആൻസർ കിട്ടിയേ? നമ്മൾ ചെയ്തിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻ? ഇത് PYQ ആണേ. ചെയ്തിരുന്നോ? ഓക്കെ, അതെങ്ങനെ ചെയ്യാം? 6 men. ഓക്കെ, ഇങ്ങനെ 6 M1, M2, M3, M4, M5, M6 around a table if each woman is to be between 2 men. അപ്പൊ എത്ര? ഇവിടെ നോക്കിക്കേ. അതായത് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യണം. പക്ഷെ എല്ലായ്പ്പോഴും W1ന്റെയും W2ന്റെ ഇടയിൽ M1 തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ 6 ആളുകളെ ഒരു റൗണ്ടില് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട മെത്തേഡ് 6 - 1 ഇൻറ്റു ഫാക്ടോറിയൽ ആണ്. പിന്നെ അടുത്തത് എന്താണ്? ഈ 6 പേരുടെ ഇടയിലാണ് ആര്? 5 സ്ത്രീകളെ കൊണ്ടിരുത്തേണ്ടത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? 6p അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് പെർമ്യൂട്ടേഷൻ ആണ് 6p5. ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ഇൻറ്റു 6p5 എന്ന് വരും. ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ഈസ് 120. 6p5 എന്ന് പറയുമ്പോൾ 6 ഫാക്ടോറിയൽ ബൈ എന്തായിരിക്കും? 1 ഫാക്ടോറിയൽ ആണ്. ദാറ്റ് ഈസ് 120 ഇൻറ്റു 720 which is equal to 86,400, which is our option. Clear? Clear? മനസ്സിലായോ? എല്ലാവർക്കും കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഞാൻ പറയാം. ഒന്നുമില്ല. അതായത് നമ്മളിപ്പോ 6 മെമ്പേഴ്സ് ഉണ്ട്. എന്താണ്? നമ്മള് 6 മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഓക്കെ, 6 മെമ്പേഴ്സ് ഉണ്ട്. അവരെ 6 പേരെ നമുക്കൊരു സർക്കിളിന്റെ ചുറ്റും ഇരുത്തണം. ഓക്കെ, ഇവിടെ ഞാനിട്ട് എന്താണ്? 6 ആണുങ്ങളാണ് അല്ലെങ്കിൽ 6 പുരുഷന്മാരാണ്. അപ്പൊ ഇവിടെ M1 ഇട്ടു, M2 ഇട്ടു, M3 ഇട്ടു, M4 ഇട്ടു, M5 ഇട്ടു, M6 ഇട്ടു. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ M1ന്റെ പൊസിഷനിൽ M2നെ ഇടാം, M6ന്റെ പൊസിഷനിൽ M3 ഇടാം. അങ്ങനെ പല രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 6 അല്ലെങ്കിൽ 6 പീപ്പിൾ എന്നുള്ള കോൺസെപ്റ്റില് അവരെ ഒരു റൗണ്ട് ടേബിളിൽ അറേഞ്ച് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഓൾവേസ് R-1 ഫാക്ടോറിയൽ ആണ്. മനസ്സിലായോ? ഇനി അടുത്തത് എന്താണ്? 5 സ്ത്രീകള് 6 പേരുടെ ഇടയിൽ വരണം അല്ലേ? 5 സ്ത്രീകളാണ് 6 പേരുടെ ഇടയിൽ വരേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ 6 പൊസിഷൻ ഉണ്ട്. ഇവിടെ എത്ര പൊസിഷൻ ഉണ്ടെന്ന് നോക്കൂ. 1, 2, 3, 4, 5 ഇപ്പുറത്ത് വീണ്ടും കൊണ്ടെടുക്കാം അല്ലെ? 3. അങ്ങനെ 6 പൊസിഷനിൽ നമുക്ക് വേണമെങ്കിൽ ഇരുത്താം. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഈ പൊസിഷനിൽ ഞാൻ ആക്ച്വലി ഇവരെ ഇരുത്തിയിട്ടില്ല. ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് എത്ര പൊസിഷൻ ഉണ്ടെന്ന് നോക്കാം. അതായത് W1ന്റെയും W2ന്റെയും ഇടയിൽ ഒരു പൊസിഷൻ 1, ഇതിന്റെ പിന്നെ സോറി M1ന്റെയും M2ന്റെ ഇടയിൽ അല്ലേ?
M1ന്റെയും M2ന്റെയും ഇടയിൽ ഒരു പൊസിഷൻ ഉണ്ട്, M2ന്റെയും M3യുടെയും ഇടയിൽ ഒരു പൊസിഷൻ ഉണ്ട്, പിന്നെ എന്താണ് M3യുടെയും M4ന്റെയും ഇടയിലുണ്ട് ഒന്ന് പൊസിഷൻ, പിന്നെ M4ന്റെയും M5യുടെ ഇടയിലുണ്ട് P4, പിന്നെ M5യുടെയും M6ന്റെയും ഇടയിലുണ്ട് P5 എന്ന് പറയുന്നത്, പിന്നെ M6ന്റെയും അഗൈൻ M1ന്റെ ഇടയിൽ P6. അങ്ങനെ അവിടെ 6 പൊസിഷൻസ് എവിടെ ഉണ്ട്, പുരുഷന്മാരുടെ ഇടയിൽ സ്ത്രീകൾക്ക് ഇരിക്കാനുണ്ട്. പക്ഷെ 6 പൊസിഷനിൽ നമുക്ക് സ്ത്രീകളെ ഇരുത്താനില്ല. കാരണം എന്താ, നമ്മുടെ ആകെ 5 സ്ത്രീകളെ ഉള്ളൂ. ഓക്കെ, 6 പുരുഷന്മാരെ നമുക്കൊരു ടേബിളിന്റെ ചുറ്റും 6-1 ഫാക്ടോറിയൽ രീതിയിലാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുക. അതിന്റെ കൂടെ ആര് കൂടെ ഉണ്ട്, സ്ത്രീകളെ ഇടയിൽ ഇരുത്തണം. പക്ഷെ ഈ 6 പേരുടെ ഇടയിൽ 6 പൊസിഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആകെ 5 പൊസിഷനെ ആവശ്യമുള്ളൂ. കാരണം അവിടെ 5 സ്ത്രീകളെ ഉള്ളൂ. അതുകൊണ്ട് 6 പൊസിഷനിൽ 5-5 രീതിയിൽ അറേഞ്ച് ചെയ്താൽ മതി. അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് 6p5 എടുത്തു. അപ്പൊ രണ്ടും കൂടി ചേർന്നാലേ നമുക്ക് ഇത്രയും അറേഞ്ച്മെന്റ്സ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഈ ഇൻഡു ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഈസ് ഇറ്റ് ക്ലിയർ? അർജുൻ, സനുമോൻ, എല്ലാവർക്കും മനസ്സിലായോ? സ്വാതി പറഞ്ഞു അല്ലെ? ഓക്കെ ഫൈൻ. ഓക്കെ, എല്ലാവർക്കും കിട്ടി അല്ലേ? വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഈസി ക്വസ്റ്റ്യൻ ആ, വേഗം പറഞ്ഞേ. ഇതിന് ആൻസർ എന്താ? a+b ഹോൾ റേസ് ടു n-ല് എത്ര എക്സ്പാൻഷൻ ഓഫ് a+b ഹോൾ റേസ് ടു n ഹാസ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. ഡാഷ് ടേംസ് സംഭവം മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങക്ക് വെറുതെ കറണ്ട് പോകുന്നുണ്ട്. n+1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദ നമ്പർ ഓഫ് 4-digit ഈവൻ നമ്പേഴ്സ് that can be formed using 0, 1, 2, 3, 4, 5, 6 without repetition is. ശ്രദ്ധിച്ച് ചെയ്യാം. കിട്ടിയോ? നമുക്ക് നോക്കാം എത്ര വന്ന്. 420 വന്നിട്ടുണ്ട്, 120, 480 ഒക്കെ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. 4-digit ഈവൻ നമ്പേഴ്സ് അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കോളൂ കേട്ടോ. ദിസ് ഈസ് അവർ 4-digit. ആക്ച്വലി ഇവിടെ 2 കേസ് വരും. എങ്ങനെയാണെന്നറിയോ? നമുക്ക് എന്താ പറയാ, ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ അത് എൻഡ് ചെയ്യുന്നത് 0, 2, 4, 6-ലായിരിക്കും. ഓക്കെ, അപ്പൊ ഞാനിവിടെ 0-നെ ഇവിടെ ഫിക്സ് ചെയ്തു കേട്ടോ. ആദ്യത്തെ കേസ് ഞാൻ 0-നെ ഫിക്സ് ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാല് 0 ഒരിക്കലും ഇവിടെ വരാൻ പറ്റില്ലല്ലോ, ഫസ്റ്റ് എലമെന്റിൽ വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ 0-നെ എടുത്ത് ഇവിടെ ഫിക്സ് ചെയ്തു. അതെന്റെ ഫസ്റ്റ് കേസ് ആണ്. അപ്പൊ ഇതിൽ ടോട്ടൽ 7 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ ഇതില് 0-നെ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്താ എനിക്കിനി ഇവിടെ 6 ചാൻസസ് ഉള്ളൂ അല്ലെ? പിന്നെ ഇവിടെ 5 ചാൻസസ്, ഇവിടെ 4 ചാൻസസ്. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 6 × 5 × 4. അപ്പൊ ടോട്ടൽ 120 വന്നു. ഇനി അടുത്തത് ഇവിടെ ഏതൊക്കെ വരാം? 2-ഉം വരാം, 4-ഉം വരാം, 6-ഉം വരാം. അതായത് ആക്ച്വലി ഇവിടെ 3 ചാൻസസ് ഉണ്ട്. ഇതിൽ ഏത് വേണേലും വരാം. ഓക്കെ, ഇനി ഇതിൽ 3 ചാൻസസ് ഉണ്ടെങ്കിൽ പോലും അറ്റ് എ ടൈം ഇവിടെ ഒരാളെ വരാൻ പാടുള്ളൂ അല്ലെ? ഇനി അപ്പൊ ഇവിടെ 3 ആണ്, ഫിക്സ് ചെയ്തു. ഇനി ഇവിടെ എത്ര ചാൻസ് ഉണ്ട്? അതിന് മുന്നേ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങണം. എന്തിനാണ്? ഇവിടെ ഒരിക്കലും 0 കൊടുക്കാൻ പാടില്ല. 0 കൊടുത്തത് 4 ഡിജിറ്റ് ആവില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? 0-നെയും എലിമിനേറ്റ് ചെയ്യണം. ഇതിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അയാളെയും ഇവിടുന്ന് നമ്മൾ കളയണം. ഇവിടെ 2 വന്നാൽ ഇവിടെ 2 വരാൻ സാധ്യതയില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് അവിടെ 2 നമ്പർ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. 7 ഡിജിറ്റ്സിന് 2 എണ്ണം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എത്ര എണ്ണം വന്നു? 5 വന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് ഈ 2 സ്ഥാനത്തും 0 യൂസ് ചെയ്യാം. അപ്പൊ ആക്ച്വലി 2 സ്ഥാനാ പോയിരിക്കണം. ഇവിടത്തെ ഒരു ആളും പോയി, ഇവിടെ വന്ന ആളും പോയി, ഇവിടെ വന്ന ആളും പോയി. അപ്പോഴും 5 ആൾക്കാരെ ഇവിടെ യൂസ് ചെയ്യാം. പിന്നുള്ളത് 4 പേരാണ്. സോ ടോട്ടൽ എത്ര ചാൻസസ് അവിടെ? 5 × 5 × 4 ആണ്. പിന്നെ ഇവിടെ ഉള്ള 3 ചാൻസസും. അപ്പൊ ടോട്ടൽ 300 വരും. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 120 + 300 which is equal to 420, which is our option A. Is it clear?
എങ്ങനെയാ എടുത്തതെന്ന് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഈ ലെവലിൽ ചിന്തിക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഇതൊക്കെ PYQ ആണ്. കിട്ടിയില്ലെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കൂ, ഞാൻ ഒന്നുകൂടി പറയാം. എങ്ങനെ രണ്ടായിട്ട് എടുത്തെന്ന് മനസ്സിലാക്കാൻ നിങ്ങളിപ്പോ ചോദിക്കുന്നുണ്ടോ സീറോന് അവിടെ കൊടുത്തൂടെ അല്ലേ? നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സംശയം ഞാൻ ആദ്യം പറയാം. 4 ഡിജിറ്റല്ലേ ഇല്ല, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 4 എന്നുള്ള ചാൻസ് കൊടുത്തൂടെ ടീച്ചറെ എന്നായിരിക്കും മനസ്സിൽ വരിക. അപ്പൊ എന്താന്ന് വെച്ചാ ഇവിടെ 0 കൊടുത്താ ഇവിടെ 4 ആളെ കൊടുത്താ ആ 4 ആളിന്റെ ആരാന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ വരും. ഇവിടെ ഒരിക്കലും 0നെ ഉപയോഗിക്കാനും പറ്റില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസ് ഇങ്ങനെ വന്നു. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാന് 2 എടുത്തു, 4 എടുത്തു, 6 എടുത്തു, ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കേസ് കേട്ടോ, ഇതിന്റെ തന്നെ സബ് കേസസ് ഞാൻ പറയണേ. ഇപ്പോൾ ഞാൻ 2 ഫിക്സ് ചെയ്തു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇനി 0യും വരാൻ പറ്റില്ല, 2ഉം വരാൻ പറ്റില്ല. 2 വരാൻ പറ്റുമോ? പറ്റില്ല. 2 കൂടെ ഫിക്സ് ചെയ്തു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആകെ 5 ചാൻസസേ ഉള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് 0 യൂസ് ചെയ്യാം. കാരണം 0 100ന്റെ പ്ലേസിൽ വരുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. 1000ന്റെ പ്ലേസിൽ വന്നാൽ 3 ഡിജിറ്റ് നമ്പറായി മാറും. അതുകൊണ്ടാണ് 0 യൂസ് ചെയ്യാത്തത്. അപ്പൊ ഇവിടെ 0 യൂസ് ചെയ്യാം, പക്ഷെ ഇവിടെ യൂസ് ചെയ്ത ആളെയും യൂസ് ചെയ്യാം. അതായത് 2നെയും യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ല 2നെയും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ യൂസ് ചെയ്ത ആരാണോ അയാളെയും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും 2 ചാൻസ് പോയ 5 ചാൻസ് വന്നു. പിന്നെ ഇവിടെ 2 പേരെ പോയി, ഇവിടത്തെ ആളും പോയ ബാക്കി 4 ചാൻസ്. ക്ലിയർ ആവുന്നുണ്ടോ? സെക്കൻഡ് കേസ് ഇപ്പൊ മനസ്സിലായോ? ശ്രദ്ധ, മനസ്സിലായോ? ശ്രദ്ധ. ഓക്കെ, സോ ദ ആൻസർ ഈസ് 420. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നോക്കട്ടെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഇതിന്റെ വഴി പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യൂ, എന്നിട്ട് ഞാൻ ആ വഴി പറഞ്ഞുതരാം. കിട്ടിയോ? യെസ്, ഫോർത്തിന്റെ ആൻസർ സി ആണ്. എങ്ങനെയാ ചെയ്ത? ഇത് ചെയ്യാൻ വല്ല വഴിയൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടല്ല കേട്ടോ. അവിടെ നോക്കിക്കോളൂ. ഇതാണ് ഫോർമുല. എന്ത് വരാത്ത മിനിറ്റ്. ദിസ് ഈസ് അവർ ആൻസർ. അതായത് n പ്ലസ് r-1 c, r-1 ഈസ് ദ നമ്പർ ഓഫ് ടേംസ് കാണാനുള്ളത്. എന്താണ് നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഫോർമുല ഇങ്ങനെയാണ്. ഇതെനിക്ക് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തോന്ന് നമ്മൾ ചെയ്തപ്പോ എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എത്രയേ ഉള്ളൂ, ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് അല്ലേ? അത് മറ്റേത് നമ്മൾ എന്താ ചെയ്യാ, a+b⁴n ആണെങ്കിൽ ഇതിൽ n+1 ടേംസ് ഉണ്ടാവുക അല്ലേ? അതും ഇതുപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ a, b, c 3 ആളുണ്ട്. അപ്പൊ ഇവിടത്തെ r എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 10 + 3 - 1 c 3 - 1, that is 12c2, which is equal to 12 factorial by 10 factorial into 2 factorial. So 12 into 11 into 10 factorial divided by 10 factorial into 2. 10 factorial cancel out into 6 times, which is equal to 66. Is it clear? ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഫോർമുല നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ, അറിയുന്ന ഭാഷയിൽ എഴുതി വെച്ചോളൂ അത് ഏതിനാ യൂസ് ചെയ്യാന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊന്ന് ട്രൈ ചെയ്തേ. ഇതെങ്ങനെയാ ചെയ്യാം? In the expansion of a+b⁴n, which is the middle term എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ ആക്ച്വലി എത്ര ടേംസ് ഉണ്ടാവും? നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 2n+1 ആണ്. ഇത് ഓഡ് ആണോ ഈവൺ ആണോ? 2n+1 എന്ന് പറയുന്നത് ഓഡ് ആയിരിക്കോ ഈവൺ ആയിരിക്കോ?
ആ തരും. ഞാനിത് വിത്ത് ആൻസറുകൾ തരും. 2n+1 ഓഡാണ്. അപ്പൊ 2n+1 നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ളതിന്റെ മിഡിൽ ടേം കാണാനുള്ള വഴി എന്താണ്? മിഡിൽ ടേം എന്തായിരിക്കും? 2n+1 പ്ലസ് 1/2th ടേം ആയിരിക്കും. ദാറ്റ് ഈസ് 2n+2/2 വിച്ച് ഈസ് ഈക്വൽ ടു n+1th ടേം അല്ലെ? n+1th ടേം കാണാനുള്ള ഫോർമുല എന്താണ്? tn+1. ക്ലിയർ? മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? ഷുവർ. നമുക്ക് ഇപ്പൊ 10 നമ്പർ ഉണ്ടെന്ന് വയ്ക്കാം, 10 പേരുണ്ടെന്ന് വയ്ക്കാം. 10 പേരുടെ നടുവിലുള്ള ആളെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ. നമ്മൾ എങ്ങനെ ചെയ്യാം? 10 പേരുണ്ടെങ്കിൽ നടുവത്തെ 2 പേര് എന്താ പറയാ നടുവിൽ വരും അല്ലെ? അപ്പൊ നമ്മൾ സാധാരണ ഓഡ് നമ്പേഴ്സ് വരുന്ന സമയത്ത് ചെയ്യുന്ന മിഡിൽ ടേം കാണാൻ ചെയ്യുന്ന പരിപാടി എന്താണ്? 2n. ഇതിനകത്ത് നമ്പർ ഓഫ് ടേംസ് 2n+1 ആണ്. 2n+1 ഉള്ളതിന്റെ നടുവിലെ ടേം കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? 2n+1 പ്ലസ് 1/2 അപ്പൊ എന്ത് വന്നു? 2n+2/2 വരും. ദാറ്റ് ഈസ് n+1th ടേം. മിഡിൽ ടേം കാണാനുള്ള വഴിയാണ് നോക്കുന്നത്. മിഡിൽ ടേം എന്ത് എന്ന് നോക്കിയാൽ മതി. മിഡിൽ ടേം എന്തെന്ന് അറിയാനാണ് ഈ പരിപാടി ചെയ്തത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു നമ്മള് സാധാരണ ഒരു ഫോർമുല ഉണ്ട്. അപ്പൊ നമ്മളെ മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ tr+1th ടേം ആണ് കണ്ടുപിടിക്കുക. ഓക്കെ, tr+1th ടേം കണ്ടുപിടിക്കുന്ന വഴിയാണ്, ഇല്ലെങ്കിൽ എത്രാമത്തെ ടേം ആണെന്ന് അറിയാനാണ് ഇത് ചെയ്യുന്നത്. ക്ലിയർ? ശ്രീലക്ഷ്മി, how many chords can be drawn through 8 points on a circle? കോഡ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? എന്താ കോഡ്? ഒരു സർക്കിളില് ഏതെങ്കിലും 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ പറയുന്ന പോലെയാണ് കോഡ് എന്നുള്ളത്. ഏറ്റവും വലിയ കോഡാണ് ഡയമീറ്റർ. ഏറ്റവും വലിയ കോഡാണ് ഡയമീറ്റർ. എത്രയാണ്? 8 എണ്ണാണ് അല്ലെ? 8 പോയിന്റ്സ് നമുക്ക് വരയ്ക്കാൻ 2 പോയിന്റ് ആവശ്യമുള്ളൂ. ഒരു കോഡ് വരയ്ക്കാൻ മിനിമം 2 പോയിന്റ് ആണ്. അങ്ങനെ 8 പോയിന്റിന് എത്ര രീതിയിൽ 2 പോയിന്റ്സ് എടുക്കാം? 8C2 വേയില്. ദാറ്റ് ഈസ് 8 factorial by 2 factorial into 6 factorial. That is 8 into 7 by 2 which is equal to 28. Which is our option. അടുത്തത് ഒന്ന് ചെയ്തേ. The 3 factorial minus 2 factorial ആണ്. Actually 3 into 2 factorial minus 2 factorial which implies 2 factorial minus 3 minus 1 that is 2 into 2 4. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 6 minus 2 4 അങ്ങനെ ചെയ്താലും മതി. അതായത് ഇതിപ്പോ 3 factorial minus 2 factorial ആണ് ഞാൻ 6 minus 2 എന്ന് എഴുതാം. അല്ലാത്ത കേസിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം, ആദ്യത്തെ മെത്തേഡ്. അടുത്തത് find the number of permutations using all the letters of the word Allahabad. ഓൾറെഡി ചെയ്താണ്. 1 2 3 4 5 6 7 8 9. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഡിവൈഡ് ചെയ്യണം. 1 2 വട്ടം വരുന്നു. എ എന്നുള്ളത് 1 2 3 4 വട്ടം വരുന്നു. സോ 9 into 8 into 7 into 6 into 5 ഡിവൈഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് ആൻസർ എന്താ വരിക? 7560. അടുത്ത ക്വസ്റ്റ്യൻ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്നുള്ള ഭാഗമാണ്. വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. x² plus 2xy plus 2y² equal to 1 ആണ് എങ്കിൽ dy by dx at y equal to 1 എത്ര എന്നതാണ് ചോദ്യം.
അപ്പൊ ആദ്യം ഡെറിവേറ്റീവ് കാണും. കിട്ടിയോ? ആദ്യം എന്ത് ചെയ്യണം? അറ്റ് y ഈക്വൽ ടു 1 ആണ്. അപ്പൊ അറ്റ് y ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ പ്ലസ് 2x into 1 plus 2 into 1 equal to 1. That is x square plus 2x plus 2 minus 1 equal to 0. That is x plus 1 whole square equal to 0. Then x square plus 2x plus 1 equal to 0. So x plus 1 equal to 0 x equal to minus 1. Okay. ഇനി at y equal to 1 ഡെറിവേറ്റീവ് കാണണം. അപ്പൊ x square plus 2xy plus 2y square equal to 1 ഡെറിവേറ്റീവ് കാണണം. x square ഡെറിവേറ്റീവ് 2x ആണ്. 2xy ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. 2 into y, x ഡെറിവേറ്റീവ് y, സോറി x ഡെറിവേറ്റീവ് 1 plus 2x into y ഡെറിവേറ്റീവ് dy by dx plus 2y square derivative 4y into dy by dx equal to 0. So 2x plus 2y ഒരുമിച്ച് എഴുതി plus dy by dx കോമൺ ആയി പുറത്തെടുത്ത 2x plus 4y equal to 0. So dy by dx എന്ന് പറയുമ്പോൾ minus of 2x plus 2y divided by 2x plus 4y വരും. That is 2 common ആണ്. Minus of x plus y divided by x plus 2y. ഇതില് x minus 1 ആണ്, y 1 ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 വരും. സോ 0 അല്ലേ വരിക? So the answer is option D, 0. എങ്ങനെ ചെയ്തെന്ന് മനസ്സിലായോ? ഓക്കെ, എഴുതിയെടുത്തെങ്കിൽ ഞാൻ അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. A ball is thrown vertically upwards with an initial velocity of 128 feet per second and the ball's height after t seconds is given by s of t equal to 128 t minus 16 t square. At what time the velocity is 48 feet per second? കിട്ടിയോ? ഓക്കെ, നമുക്ക് നോക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? എ ബോൾ ഈസ് ത്രോൺ വേർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി തന്നിട്ടുണ്ട്. എന്താണ്? വി ഓഫ് ടി എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? ഡിസ്റ്റൻസിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഡി എസ് ബൈ ഡി ടി ആണ് 128 ഫീറ്റ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഇതില് എസ് ഓഫ് ടി എന്ന് പറയുന്നത് 128 ടി മൈനസ് 16 ടി സ്ക്വയർ ആണ്. At what time the velocity is 48 feet per second ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം ഡി എസ് ബൈ ഡി ടി കാണാം. അപ്പൊ എത്ര വരും? 128 മൈനസ് 32 ടി വരും. ഇത് എപ്പോഴാണ് എന്താവുന്നത്? 128 മൈനസ് 32 ടി എന്ന് പറയുന്നത് എപ്പോഴാണ് 48 ആവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ മൈനസ് 32 ടി ഈക്വൽ ടു 48 മൈനസ് 128 വരും. ദാറ്റ് ഈസ് മൈനസ് 80 വരും. 40 ദാറ്റ് ഈസ് ടി ഈക്വൽ ടു 80 by 32 which is equal to 2.5 which is our option B.
Is it clear? മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The interval in which the function is increasing. ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷന്റെ വാല്യൂ കൂടി വരിക. അതെ, ഇതിൽ തന്നിരിക്കുന്ന ഏത് ഇന്റർവെലിനകത്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് നോക്കിക്കേ. കിട്ടിയോ? നോക്കാം. എന്താ ചെയ്യേണ്ട? ആദ്യം എപ്പോഴും എന്ത് ചെയ്യുക? എഫ് ഡാഷ് എക്സ് കാണുക ചെയ്യുക. സാധാരണ ഇംഗ്ലീഷ് കാണാനുള്ള വഴിയാട്ടോ ഞാൻ പറയുന്നത്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, അത് എക്സ് സ്ക്വയർ മൈനസ് 6x+7 ആണ്. അപ്പൊ എഫ് ഡാഷ് എക്സ് കാണാം. അപ്പൊ 2x - 6 വരും. എന്നിട്ട് അത് ഈക്വൽ ടു 0 കൊടുക്കുക. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പൊ 2x - 6 ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 3 വന്നു. അപ്പൊ ആക്ച്വലി എക്സ് ഈക്വൽ ടു 3 പറഞ്ഞാൽ നമ്മുടെ ഇന്റർവെൽ, അതായത് -∞ ടു ഇൻഫിനിറ്റി വരെയുള്ള ഇന്റർവെലിനെ നമ്മൾ എന്ത് ചെയ്തു? -∞ തൊട്ട് 3 വരെയും 3 തൊട്ട് ഇൻഫിനിറ്റി വരെ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നാണ് ഇതിന്റെ മീനിങ് ശരിക്കും. പക്ഷെ നമുക്കിപ്പോ ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ തന്നിരിക്കുന്ന ഇന്റർവെൽ ഇല്ലേ, അതിനകത്ത് എവിടെയാണ് എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 നോക്കുക. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 അതായത് ഇൻ വിച്ച് ഇന്റർവെൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് ആ ഇന്റർവെല്ലിൽ ഇൻക്രീസിംഗ് ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ നോക്കൂ, ഇത് ഇങ്ങനെ തന്നെ എടുക്കാം. 2x - 6 ഗ്രേറ്റർ ദാൻ 0 കൊടുക്കുക. അപ്പൊ 2x ഗ്രേറ്റർ ദാൻ 6 കൊടുത്തു, x ഗ്രേറ്റർ ദാൻ 3 വന്നു. ഇങ്ങനെയാകുമ്പോ 3യേക്കാളും വലുതായിരിക്കണം എന്തായാലും എക്സ് എന്നാണ് അതിന്റെ അർത്ഥം. സോ 3 തൊട്ട് അങ്ങോട്ടേക്ക് ആരെ വേണേലും കൊടുക്കാം. അപ്പൊ ഇൻഫിനിറ്റി വരെ കൊടുക്കാം. പക്ഷെ 3 ഇൻക്ലൂഡഡ് ആണോ? അല്ല. അപ്പൊ 3 to ഇൻഫിനിറ്റി. കാരണം 3 കൊടുത്താൽ അത് ഈക്വൽ ടു 0 ആവും. അപ്പൊ 3 ഇൻഫിനിറ്റി. അതർവൈസ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് കാണുക. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡാണ് ഞാൻ പറയുന്നത്. എഫ് ഡാഷ് എക്സ് കണ്ടു 2x - 6 എന്നിട്ട് അതിൽ എക്സിൽ ഇതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ കൊടുക്കുക. 0 ഇട്ട് കൊടുക്കുക. 0 ഇട്ട് കൊടുത്താൽ എന്ത് വരും? 2 × 0 - 6. അപ്പൊ അതെന്താ? -6 ആണ്, ലെസ് ദാൻ 0 വന്നു. -∞ 6ന്റെ ഇടയിലും 0 ഉണ്ട്, അത് കൊടുക്കുക. ഇവിടെ 6 to ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഒരു 7 ഇട്ട് കൊടുക്കുക. 7 ഇട്ട് കൊടുക്കുമ്പോഴും അത് ലെസ് ദാൻ 0 വരുന്നുണ്ട്. അപ്പൊ ഇല്ലാത്ത കേസിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതിന്റെ ഇടയിലാണോ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന, ലെസ് ദാൻ 0 ആവുന്നത് മാത്രം ചെക്ക് ചെയ്യാം. ക്ലിയർ ആയോ? സോറി, മനസ്സിലായോ? The rate of change of area of a circle with respect to its radius r at r equal to 8 cm is. ഒന്ന് ട്രൈ ചെയ്തേ. കിട്ടിയോ? നോക്കാം. The rate of change of area of a circle. So area equal to πr² with respect to its radius എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ വേണ്ടത് dA/dr ആണ്. അപ്പൊ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2πr വരും. We want to find dA/dr at r equal to 8, which implies 2π × 8. ഇത്രയും എളുപ്പത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ വളരെ ഉപകാരം. എപ്പോഴും അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഹോൾ റേസ് ടു 6 ആണ്. അതായത് x - 1/x ഹോൾ റേസ് ടു 6 ആണ്. കിട്ടിയോ? ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് മൈനസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മുടെ ഫോർമുല TR+1 = NCR. അതായത്
എ പ്ലസ് ബി ഹോൾ റേസ് ടു എന്നിന്റെ nth ടേം എന്ന് അല്ലെങ്കിൽ ആർ പ്ലസ് ആർത്ത് ടേം എന്ന് പറയുന്നത് എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എത്രാമത്തെ എന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ആർ പ്ലസ് വൺ തന്നെ കൊടുക്കുന്നു. പക്ഷെ n ഇവിടെ നമുക്കറിയാം 6 ആണ്, സി ആർ ആണ്, എ എന്ന് പറയുന്ന എക്സ് ആണ്, ഹോൾ റേസ് ടു 6 മൈനസ് ആർ ആണ്, പിന്നെ മൈനസ് 1/x ഹോൾ റേസ് ടു ആർ ആണ്. ദാറ്റ് ഈസ് 6cr എക്സ് റേസ് ടു മൈനസ് 1 റേസ് ടു ആർ ഞാൻ പുറത്തെടുത്തു കേട്ടോ, കാരണം ഇവിടെ -1 ആണ്. ആർ ഈവൺ ആണെങ്കിൽ അത് 1 ആവും, ഓഡ് ആണെങ്കിൽ -1 ആവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ -1 റേസ് ടു ആർ തന്നെ എഴുതി. എക്സിന്റെ പവർ എന്ത് വരും? 6 മൈനസ് ആർ, ഈ ആർ മുകളിലേക്ക് വരുമ്പോൾ മൈനസ് ആർ വരും. ദാറ്റ് ഈസ് 6cr -1 റേസ് ടു ആർ എക്സ് റേസ് ടു 6 മൈനസ് 2r. ആക്ച്വലി ഇവിടെ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ 6 മൈനസ് 2r എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് 2r ഈക്വൽ ടു 6, r ഈക്വൽ ടു 3 ആയിരിക്കും. r 3 ആണെങ്കിൽ ടി ആർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 1 വന്നു. ദാറ്റ് ഈസ് 6c3 മൈനസ് 1 റേസ് ടു 3 വരും, which implies 6 factorial by 3 factorial into 3 factorial into -1, which implies 6 into 5 into 4 divided by 3 into 2 into -1. 6 3 factorial cancel ആയി പോയി കേട്ടോ. 3 into 2 6 ആണ്, which is equal to -20, which is our option B. Clear? -20. തെറ്റിച്ചവരൊന്ന് നോക്കിക്കേ. തെറ്റിയവർക്ക് മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് ടു 3 ഫാക്ടോറിയൽ ഇല്ലെന്നോ? എവിടെ നോക്കട്ടെ. ഇല്ല, 6c3 അല്ലേ വരില്ല. അപ്പൊ 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ അല്ലേ? ലയ എന്താ ചോദിച്ച? 2 into 3യോ? എനിക്ക് മനസ്സിലായില്ല. ഒരു 3 ഫാക്ടോറിയലും മുകളിലത്തെ 3 ഫാക്ടോറിയലും കൂടി ക്യാൻസൽ ആയി. അടുത്ത 3 ഫാക്ടോറിയൽ ആണ് ഞാൻ അടിയിൽ 3 into 2 എന്ന് എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടി ചെയ്യണോ? ആ കാൽക്കുലേഷൻ കാണിക്കണോ? Find the number of 3-digit numbers in which digits are. Question എപ്പോഴല്ലേ കേട്ടുള്ളൂ? Distinct, odd and the number is multiple of 5. വൈഷ്ണവി വളരെ സ്പീഡിലാണല്ലോ ആൻസർ ചെയ്ത്. ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും ആൻസർ ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ആൻസർ ആണോ എന്ന് എഴുതിയത്? കിട്ടിയോ? നോക്കാം. പല ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ആൻസർ പറയണോ അല്ല ഇതാക്കണോ? ശരി, ആദ്യം തന്നെ ആൻസർ പറയാം. 14ന്റെ സി ആണ് കേട്ടോ. എങ്ങനെ നോക്കാം? എങ്ങനെയാണ് നോക്കൂ. ഫൈൻഡ് ദ നമ്പർ ഓഫ് 3-digit numbers in which all the digits are distinct, odd. ഓഡും ആവണം, ഡിസ്റ്റിങ്ക്റ്റും ആവണം. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് ആണ്? 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്. അപ്പൊ 3-digit നമ്പർ ആണ്. അടുത്ത കണ്ടീഷൻ എന്താണ്? ദ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. മൾട്ടിപ്പിൾ ഓഫ് 5 ആവണമെങ്കിൽ ഇവിടെ ആള് 5 അല്ലേ, ഫിക്സഡ് ആണ്, ഇനി മാറ്റാനൊന്നും പറ്റില്ല. അപ്പൊ ഇവിടെ ഒരു ചാൻസേ ഉള്ളൂ. ഇവിടെ എത്ര ചാൻസ് വരാം? മൊത്തം 5 നമ്പേഴ്സ് ഉണ്ട്, അതിൽ ഓൾറെഡി ഒന്ന് ഇവിടെ വന്നു, ഇനി 4 ചാൻസ്, ഇനി ഇവിടെ 3 ചാൻസ് ആയിരുന്നു. അപ്പൊ 3 into 4 into 1 which is equal to 12. ഓക്കെ, 12 ആണ്. 81 എങ്ങനെയാ വന്നത് നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റ്യൻ, 81 എങ്ങനെയാ വന്നത്? വേഗം ചെയ്തേ. അല്ലല്ല, 0 to 9 ഇല്ല. അതാ പറഞ്ഞ ഓൺലി എന്താ പറയാ ഓഡ് നമ്പേഴ്സ്.
സീറോ കൺസിഡർ ചെയ്യണം. ഓഡ് നമ്പറിന്റെ പ്ലേസിൽ സീറോ കൺസിഡർ ചെയ്യണം. അത് നിർബന്ധമായിട്ടും വേണം. ഇവിടെ മൂവിങ് പാർട്ടിക്കിൾ സ്പേസ് ടൈം ഇക്വേഷൻ ഇസ് ഗിവൺ ബൈ ഇത്. ഇപ്പൊ ആക്സിലറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും വരിക? ആദ്യം v കാണാം, ds/dt ആണ്. അപ്പൊ ds/dt എന്ന് പറയുമ്പോൾ 60+2 വരും. a എന്ന് പറഞ്ഞാൽ എന്താ? dv/dt ആണ്, അല്ലെങ്കിൽ d²s/dt² ആണ്, which is equal to 6 ആണ്. So the answer is option. അടുത്ത ക്വസ്റ്റ്യൻ കിട്ടിയോ? എന്തായാലും സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ. ആക്ച്വലി നോക്കട്ടെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കണേ. ഈ നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നില്ലേ, ഇപ്പൊ നമ്മൾ dy/dx ഒക്കെ പറഞ്ഞില്ലേ, ആക്ച്വലി അത് എന്താന്ന് അറിയോ? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഏതിന്റെ സ്ലോപ്പ്? അതായത് നമ്മളൊരു ഫംഗ്ഷൻ ആണ് അല്ലെ, ഒരു ഫംഗ്ഷൻ ആണ്, ഒരു ലൈനിനാണ് സ്ലോപ്പ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഒരു ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മളൊരു ഡെറിവേറ്റീവ് ഏതിന്റെ കണ്ടുപിടിക്കുക? ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. എന്താ? ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഇപ്പൊ ഒരു x² ക്വാഡ്രാറ്റിക് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതൊരു പരാബോള ആയിരിക്കും വരിക. x³ ആണെങ്കിൽ ഇങ്ങനെ വരും, ഇങ്ങനെയും ഇങ്ങനെയും വരും ഗ്രാഫ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും വരിക. എക്സ് ആണെങ്കിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ വരും. അപ്പൊ ഏതൊരു ഫംഗ്ഷനും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഏത് പോയിന്റിലാണോ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നത് ആ പോയിന്റിൽ നമുക്കൊരു ടാൻജന്റ് വരയ്ക്കാൻ പറ്റണം. ഓക്കെയോ? ഒരു പോയിന്റില് നമുക്ക് ടാൻജന്റ് വരയ്ക്കാൻ പറ്റണം. അതായത് dy/dx at x equal to 2 എന്ന് പറഞ്ഞാൽ 2, 0 എന്നുള്ള ഒരു പോയിന്റ്, അല്ലെങ്കിൽ അതിൽ 2 ആവുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിലൂടെ മാത്രം ടച്ച് ചെയ്ത് പോകുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റണം. എന്നിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ്, ആ സ്ട്രെയിറ്റ് ലൈൻ എത്ര ചരിഞ്ഞാണോ ഇരിക്കുന്നത് അതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുക? എന്താ പറയാ? ഡെറിവേറ്റീവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ? ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നത് അവിടെ നമുക്കൊരു ടാൻജന്റ് വരയ്ക്കാൻ സാധിക്കുകയും ആ ടാൻജന്റിന് ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്താൽ നമുക്ക് അവിടെ സ്ലോപ്പ് ഉണ്ട് എന്ന് പറയാം. സോറി, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറയാം. അപ്പൊ ഇവിടെ dy/dx നമ്മൾ കാണുന്നു, ദാറ്റ് ഈസ് -2x at x equal to 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് അവിടെ ഒരു സ്ലോപ്പ് ഇല്ല, അപ്പൊ അങ്ങനെ ടാൻജന്റ് വരയ്ക്കാൻ പറ്റില്ല. ക്ലിയർ? അടുത്തത് എന്താണ്? s equal to t³ -60² plus 60 plus 8 ആണ്. When the acceleration is 0, the velocity is എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ്? ആദ്യം ആക്സിലറേഷൻ കാണണം, അതിന് മുന്നേ എന്ത് കാണണം? വെലോസിറ്റി കാണണം. സോ 3t² -12t plus 6. a എന്ന് പറഞ്ഞാൽ എന്താ? dv/dt. അത് എത്രയാ? 60 - 12. അത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 60 equal to 12, t equal to 2 അല്ലേ? t equal to 2 ആണ്. t 2 ആണെന്നുണ്ടെങ്കിൽ v എന്തായിരിക്കും? v at t equal to 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 into 4 minus 12 into 2 plus 6, which is equal to -6 centimeter per second. So the answer is option. Okay. അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവർക്കും കിട്ടിയോ?
ഓരോ ആൻസർ വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. The volume of a sphere is increasing at the rate of pi centimeter per second. അതായത് ഡി വി പെർ സെക്കൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡി വി ബൈ ഡി ടി ആണ് പൈ സെന്റിമീറ്റർ ക്യൂബ് ബൈ സെക്കൻഡ്. വി സ്പിയർ ആയതുകൊണ്ട് 4/3 പൈ ആർ ക്യൂബ് ആണ് വരിക. ഓക്കെ, അപ്പൊ ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ആർ ഡെറിവേറ്റീവ് കാണാൻ പറ്റും. അപ്പൊ 4/3 പൈ ഇൻറ്റു ആർ സ്ക്വയറിനെ ആർ ക്യൂബിനെ 3r² എന്ന് പറഞ്ഞു ഇൻറ്റു ആറിനെ അഗെയിൻ ടി കൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഡി ആർ ബൈ ഡി ടി. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യണം? അറ്റ് ഡി വി ബൈ ഡി ടി അറ്റ് ആർ ഈക്വൽ ടു 3. ഇവിടെ 3 ക്യാൻസൽ ആയി. അതെന്താണ് എന്ന് പറയുന്നത്? എത്രയാന്ന് പറഞ്ഞിട്ട് പൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പൈ ആണ്. which implies pi equal to 4 pi r cube into dr by dt. At 3 ഉണ്ട് കേട്ടോ. അപ്പൊ പൈ ക്യാൻസൽ ആയി. 3 എന്ന് പറയുമ്പോ 4 into 9 dr by dt. അപ്പൊ dr by dt എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/36 ആയിരിക്കും. അത് സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ. ക്ലിയർ? മനസ്സിലായില്ലേ? നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? f of x equal to x cube minus 6x square plus 9x plus 8 ആണ്. അപ്പൊ f dash x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3x square minus 12x plus 9. That is 3 into x square minus 4x plus 3. Which implies 3 into x minus 3 x minus 1 equal to 0. That is x equal to 1 or 3 വരും. 1 and 3 വരും. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്റർവെലിനെ മൈനസ് ഇൻഫിനിറ്റി ടു ഇവിടെ 0 ഉണ്ട്. മൈനസ് ഇൻഫിനിറ്റി ടു 1 ആയിട്ടും 1 to 3 ആയിട്ടും പിന്നെ 3 to ഇൻഫിനിറ്റി ആയിട്ടുമാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നിങ്ങൾ ഇതേപോലെ ഓരോന്നായിട്ട് എടുത്ത് നോക്കുക. തന്നിരിക്കുന്ന ഓരോ ഇന്റർവെൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാ കിട്ടുക നോക്കാം. ഇപ്പൊ 1 3 ആണ്. ഇവിടെ ഡിക്രീസിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1 3 ആണ്. അപ്പൊ 2 ആണ് കേട്ടോ. അപ്പൊ ഞാൻ f dash x at 2 എടുക്കും. നിങ്ങൾ പറഞ്ഞ ഇതാട്ടോ എടുക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ ഫസ്റ്റ് എ എടുത്തു എന്ന് വെച്ചോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓപ്ഷൻ എ എടുത്തേ. അറ്റ് 0 ചെയ്യുന്ന സമയത്ത് അറ്റ് 0 ചെയ്യുമ്പോൾ എന്ത് വരും? 3 into 0 minus 3 into 0 minus 1 വരും. അത് ഗ്രേറ്റർ ദാൻ 0 ആയി വരും. ഓപ്ഷൻ ബി. അപ്പൊ എഫ് ഡാഷ് എക്സ് അറ്റ് ഞാൻ 2 എടുക്കുന്നു. 2 എടുക്കുമ്പോ 3 into 2 minus 3 2 minus 1 വരും. 2 minus 3 എന്ന് പറയുന്നത് -1 ഇവിടെ +1 വരും. അപ്പൊ അത് ലെസ് ദാൻ 0 ആയി. ഇനി ഓപ്ഷൻ സി 3 ഇൻഫിനിറ്റി ആണ്. അപ്പൊ എഫ് ഡാഷ് എക്സ് അറ്റ് 4 ചെയ്തു. അപ്പൊ എത്ര വരും? 3 into 4 minus 3 4 minus 1 അത് ഗ്രേറ്റർ ദാൻ 0 വരിക. ഇനി ഓപ്ഷൻ ഡി എടുക്കുവാണ്. എഫ് ഡാഷ് എക്സ് അറ്റ് 0 ചെയ്യാം ഇതും ചെയ്യാം. അതിപ്പോ ഇനി ചെയ്യണം എന്നില്ല, കാരണം ഇവിടെ ലെസ് ദാൻ 0 വരുന്ന ഒരു ഓപ്ഷൻ കിട്ടി, വിച്ച് ഈസ് അവർ ഓപ്ഷൻ ബി. ക്ലിയർ ആയോ? ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. ഈസ് ഇറ്റ് ക്ലിയർ? എങ്ങനെ ഓപ്ഷൻ ബി വന്നെന്ന് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. വി ഓഫ് ടി ടി സ്ക്വയർ പ്ലസ് 2t മൈനസ് 3 ആണ്. ആക്സിലറേഷൻ ആണ് വേണ്ടത്. അറ്റ് ടി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 4 വരും, വിച്ച് ഈസ് അവർ ഓപ്ഷൻ. ക്ലിയർ?
നിങ്ങൾക്ക് അതായത് നമ്മളിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് റെഫർ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മള് ലീഗൽ മെട്രോളജിയുടെ മാത്രമല്ല നമ്മൾ ഏതൊക്കെ ചെയ്യുന്നുണ്ട് ഡയറി ഫാം ഇൻസ്ട്രക്ടർ അതുപോലെ ഡിഗ്രി ലെവലില് മാത്സ് റിലേറ്റഡ് ആയിട്ട് ഇതുപോലെ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ സോറി അത്തരം എക്സാമുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഇനി ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ഉണ്ട് കേട്ടോ, ടാൻജന്റ് ആൻഡ് നോർമൽസ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ജസ്റ്റ് പറയാം. കാരണം എന്താന്ന് വെച്ചാല് അങ്ങനത്തെ എക്സാം എന്ന് പറഞ്ഞാല് ഒന്ന് ലീഗൽ മെട്രോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, അടുത്തത് ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ റെഫർ ചെയ്യാം. ഡയറി ഫാം ഇൻസ്ട്രക്ടർ കേരള PSC മാത്രമല്ല മിൽമ നടത്തുന്നുണ്ട്. അപ്പൊ അത് സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിൽ ഈ പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഏതാണ് പിന്നെ ടോപ്പിക് വരുന്നത് ലീഗൽ മെട്രോളജി. ഇത് പെട്ടെന്ന് ഈ മൂന്നെണ്ണമാണ് ഓർമ്മ വരുന്നത്. ഇത് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്, ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ്. ആ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ്. അതുപോലെ ഇതും എടുക്കുക കേട്ടോ, എന്താണ് എംപ്ലോയ്മെന്റ് ഓഫീസർ. അത് PG ആണ്, എന്നാലും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുക്കുക. അങ്ങനെ എംപ്ലോയ്മെന്റ് ഓഫീസറിന്റെയും നല്ല ക്വസ്റ്റ്യൻസ് ആണ്, അത് എടുക്കാം. പിന്നെ ഇപ്പോ ഈയിടെ റിസർച്ച് ഓഫീസർ അങ്ങനത്തെ ഈ ഒരു മാത്സ് മെയിൻ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്താൽ വളരെ നല്ലതായിരിക്കും ഈ ഭാഗം വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതിന്റെ തന്നെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്നുണ്ട്, അത് നോക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ചുമ്മാ കേരള PSC ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചുമ്മാ ലീഗൽ മെട്രോളജി ഡയറി ഫാം ഇൻസ്ട്രക്ടർ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻ 2025 2024 എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ എടുത്ത് കൊടുത്തു നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കേരള PSCയുടെ വെബ്സൈറ്റ് എടുത്തിട്ട് പിന്നെ കുറേ നോക്കിയിരിക്കണം. അപ്പൊ അത് കുറെ നമ്മുടെ ടൈം കൺസ്യൂമിങ് ആണ്. അല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ എടുത്ത് ഡയറക്ട്ലി അതെടുത്ത് ചെയ്യുന്നതാണ്. അതിന്റെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 6 മുതൽ 8 വരെ ചോദ്യങ്ങൾ വരും. പക്ഷെ അതിൽ ചിലതിൽ മാത്സ് ഇല്ല കേട്ടോ. അപ്പൊ എടുത്തിട്ട് എല്ലാം സേവ് ചെയ്യാണ്ട് എടുത്തതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക, അതിനകത്ത് മാത്സ് ഉണ്ടോ, മാത്സ് ഉള്ളത് എടുത്ത് വെച്ചാൽ മതി. 16 ഒന്ന് കിടക്കുന്നുണ്ട്, 18 കിടക്കുന്നുണ്ട്, 23 കിടക്കുന്നുണ്ട്, 20 21 കിടക്കുന്നുണ്ട് ഡയറി ഫാം. ലീഗൽ മെട്രോളജിയും ഏകദേശം ഇതുപോലെ 3 കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കലിനെ എടുത്തു നോക്കാവുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്കല് പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും, വേണേ അത് യൂസ് ചെയ്യാം നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, എന്നാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്.